ലോകത്ത് ഇന്നേവരെയും ആർക്കും വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ശിലാലിഖിതമുണ്ടെങ്കിൽ അത് നമ്മുടെ മധ്യ തിരുവിതാംകൂറിലാണ്. ഈ ദേവാലയം 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് സ്ഥാപിച്ചത്. പല വൈദേശിക കടന്നുകയറ്റങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ ദേവാലയം കേരളീയ വാസ്തുശൈലിയിൽ ഇവിടെ നിലനിന്നു പോകുന്നത്. മുഖപുരത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപത്തിൽ തുടങ്ങുന്ന വ്യത്യസ്തത ദേവാലയത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന സ്ഥലത്തിന് സമീപത്തുള്ള കല്ലൂപ്പാറ എന്ന ദേശത്താണ്. ഇത് കല്ലൂപ്പാറ സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് ഈ ശിലാലിഖിതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. കല്ലൂപ്പാറ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഇടപ്പള്ളി തമ്പുരാക്കന്മാരാണ് കല്ലൂപ്പാറ ദേവാലയം സ്ഥാപിക്കാനുള്ള അനുവാദവും ഒത്താശയും നൽകിയത്. അവരുടെ ആശീർവാദത്തോടുകൂടി ആരംഭിച്ച ഈ ദേവാലയം സമീപപ്രദേശത്തുള്ള അനേകം ദേവാലയങ്ങളുടെ തലപ്പള്ളിയായി ഇന്നും അംഗീകരിക്കപ്പെടുന്നു. ഇത് പണിതിരിക്കുന്നത് തടിയിലാണ്. ഇതിൻ്റെ ഉൾവശം അതിമനോഹരമായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പുരോഹിതന്മാർ മാത്രമേ ഇവിടെ പ്രവേശിക്കുകയുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള കൽപ്പടകൾ അനേകം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതാണ്. ആദ്യ ദേവാലയം സ്ഥാപിതമായ സമയത്ത് തന്നെ നിർമ്മിച്ചതാണ് ഈ കൽപ്പടവുകൾ. ഇതിനൊരു വ്യത്യാസവും ഇപ്പോഴും വരുത്തിയിട്ടില്ല. കാലപ്പഴക്കത്തിൽ ഈ ലിഖിതങ്ങൾക്ക് ചില തേയ്മാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഇതിനൊരു പ്രത്യേകതയും സംഭവിച്ചിട്ടില്ല. വായിച്ചെടുക്കാൻ പാകത്തിലാണ് ഈ ലിഖിതങ്ങൾ. പണ്ട് കാലത്തെ വട്ടെഴുത്ത്, കോലെഴുത്ത്, ബ്രാഹ്മി, ആര്യനെഴുത്ത്, ജ്ഞാനമാനം ഈ ലിപികൾ വായിക്കാൻ പാകത്തിലുള്ളവരുണ്ടെങ്കിലും ആർക്കും ഇതുവരെ ഈ ലിപികൾ വായിക്കാൻ സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു സാർ ഉൾപ്പെടെ പലരും ഇത് വായിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല. ചരിത്ര കൃതികളുടെ അക്ഷയഖനിയാണ് കല്ലൂപ്പാറ ദേവാലയവും ദേശവും കല്ലൂപ്പാറ സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയും. ഇതിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഏക പള്ളി നിരണം ദേവാലയമാണ്. മണിമല, വായ്പൂര്, കല്ലൂപ്പാറ, മല്ലപ്പള്ളി ദേശങ്ങൾ ഉള്ള ഔദാശികമായ ആവശ്യങ്ങൾക്കും ശവസംസ്കാര ചടങ്ങുകൾക്കുമായി നിരണം പള്ളിയെയാണ് ആശ്രയിച്ചിരുന്നത്. ദീർഘമായ യാത്ര തടസ്സം സൃഷ്ടിക്കുന്നു എന്ന കാരണത്താൽ തന്നെയാണ് കല്ലൂപ്പാറ ദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഇടപ്പള്ളി തമ്പുരാൻ ഈ ദേവാലയം സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കുവാനായി പണിയുവാൻ വേണ്ട നിർദ്ദേശം നൽകിയത്.